ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാർസിസ്റ്റിക് പാരൻസിൻ്റെ മക്കളെ കുറിച്ചാണ്. നാർസിസ്റ്റിക് വിക്ടിംസ് ആയിട്ട് വളർന്നു വന്ന കുട്ടികൾ, ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഇപ്പോൾ അഡൽട്ടായിട്ട് ജീവിക്കുന്ന മനുഷ്യർ, അവരെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും മുറിവുകളും അനുഭവിച്ചുകൊണ്ട് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന, അതിൽ പല മുറിവുകളും എന്തുകൊണ്ടാണ് ഇങ്ങനെ, എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാൻ കഴിയാതെ ജീവിക്കുന്ന ഒരുപാട് നാർസിസിസ്റ്റിക് പാരൻസിൻ്റെ വിക്ടിംസ് ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. എപ്പോഴും ഒരു പാരൻ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കുട്ടിക്ക് എന്നുള്ളത് ഒരു അതിൻ്റെ ഭീകരമായിട്ടുള്ളൊരു പാരൻറ്റിങ് വേർഷൻ അനുഭവിക്കുന്നവരാണ് നാർസിസ്റ്റിക് അബ്യൂസ് അനുഭവിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത്, നാർസിസ്റ്റിക് പാരൻസിൻ്റെ കുട്ടികൾ എന്ന് പറയുന്നത്. കാരണം സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള പാരൻസിൻ്റെ മക്കളായിട്ട് ജീവിക്കുമ്പോൾ കംപ്ലീറ്റ്ലി അവരുടെ നീഡ്സ് ഇഗ്നോർ ചെയ്യപ്പെട്ട് അവരുടെ ലൈഫിലെ സെൽഫ് എസ്റ്റീം വളരെയധികം കുറഞ്ഞ് അവരുടെ മറ്റ് റിലേഷൻഷിപ്പുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, വലുതായിട്ട് അഡൽട്ടായി ഇരിക്കുമ്പോൾ മറ്റ് റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിയുമ്പോഴും കുഞ്ഞിലെ ഇത്തരമൊരു നാർസിസ്റ്റിക് പാരൻറ്റിൻ്റെ വ്യക്തിമായിട്ട് അനുഭവിച്ച് വളർന്നു വന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഇതെല്ലാം പേറി നടക്കേണ്ടി വരുന്ന ഒരു ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ, മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നുപോയ മെൻ്റൽ വെൽബീയിങ്ങിനെയും ഫിസിക്കൽ വെൽബീയിങ്ങിനെയും വളരെയധികം അഫക്റ്റഡ് ആയിട്ടിരിക്കുന്ന, അങ്ങനെ ജീവിച്ചു പോകേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ. ഇത്തരം ഭീകരമായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന നാർസിസ്റ്റിക് അബ്യൂസ് അനുഭവിച്ച വിക്ടിംസ് ആയിട്ടുള്ള മക്കൾക്ക് വേണ്ടിയിട്ടാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. മുമ്പ് നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്നാൽ പ്രത്യേകം എടുത്ത് പറയുന്ന ഒരു കാര്യം കൂടിയാണ്. നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ കുട്ടികളെ അവരുടെ എക്സ്റ്റൻഷനായിട്ടാണ് കാണുന്നത്, അല്ലാതെ ഒരു പ്രത്യേക ഇൻഡിവിജ്വലായിട്ട് ഒരിക്കലും അവർ കാണില്ല. അതിൻ്റെ ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഈ കുട്ടി ഈ നാർസിസ്റ്റിൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു ഉപകരണം മാത്രമാണ് ഒരു നാർസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുട്ടി അവിടെ ഉള്ളത്. കുട്ടിയുടെ നേട്ടങ്ങൾ അവരുടെ നേട്ടങ്ങളാണ്, അതിൻ്റെ ക്രെഡിറ്റ് അവർക്ക് എടുക്കണം. കുട്ടി എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവനെ അച്ചീവ് ചെയ്യിപ്പിക്കണം, സ്വന്തം ഗ്രാൻഡ്യൂസിറ്റി അല്ലെങ്കിൽ സ്വന്തം ആ ഒരു എൻറ്റൈറ്റിൽമെൻറ്റ് പൊലിപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയെ ഉപയോഗപ്പെടുത്തുന്നവരാണിവർ. ഈ ചൈൽഡ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം, റിമാർക്കബിൾ ആയിട്ടുള്ള നേട്ടങ്ങളിലേക്ക് അവരെത്തണം, അവർ നേടണം. ഈ ഒരു പാരന്റിനെ തൃപ്തിപ്പെടുത്താനും അവരുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാനും അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കാനും വലിയ എന്തോ ആണെന്ന് കാണിക്കാനും, ഞാൻ കാരണമാണ് ഈ കുട്ടി ഇത് അച്ചീവ് ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടി, എൻ്റെ എക്സ്റ്റൻഷൻ ആണല്ലോ ഈ കുട്ടി, അപ്പോൾ ആ കുട്ടി അച്ചീവ് ചെയ്യുന്നതെല്ലാം എൻ്റെ ആ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണെന്നോ അല്ലെങ്കിൽ എൻ്റെ കഴിവാണെന്നും ആണ് നാർസിസിസ്റ്റ് ധരിക്കുന്നത്. അങ്ങനെയാണ് നാർസിസിസ്റ്റ് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി എപ്പോഴും അവരെ കോൺസ്റ്റന്റ്ലി അഡ്മയർ ചെയ്തുകൊണ്ടിരിക്കണം, അവർക്ക് എപ്പോഴും വേണ്ട അഡ്മിറേഷൻസ് ഈ കുട്ടി കൊടുത്തുകൊണ്ടിരിക്കണം. ഞാനതാണ്, അമ്മ അതാണ്, അല്ലെങ്കിൽ അച്ഛൻ അതാണ്, ഭയങ്കര സംഭവമാണ്, അങ്ങനെ കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, നിരന്തരം പറഞ്ഞ് ഇവരുടെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കണം. അതിനൊപ്പം തന്നെ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം അതേപടി ഈ കുട്ടി അനുസരിക്കണം. ആ നേട്ടങ്ങളിലേക്കൊക്കെ കുട്ടി എത്തണം. കുട്ടി ആ നേട്ടങ്ങളൊക്കെ നേടിക്കൊണ്ടുവന്ന് കൊടുത്താലേ ഇവർക്ക് ആ ഒരു ഈഗോ അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഇവരുടെ എൻറ്റൈറ്റിൽമെൻറ്റിനെയും അവരുടെ അഡ്മിറേഷൻ വേണ്ട ആ ഒരു നീഡിനെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ കുട്ടി ഇത്തരം കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യണം. വളരെ കണ്ടീഷണൽ ലവ് ആയിരിക്കും കുട്ടിക്ക് കൊടുക്കുന്നത്. കാരണം ഇതെല്ലാം അച്ചീവ് ചെയ്തുകൊണ്ട് നീ വന്നാൽ നിനക്ക് ഞാൻ സ്നേഹം തരാം എന്നൊരു രീതിയിലായിരിക്കും ഇവർ പെരുമാറുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും റിവാർഡ് ഇതൊക്കെ കൊടുക്കുന്നത്, സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നത് കുട്ടി ഇത്തരത്തിൽ റിമാർക്കബിൾ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് കൊണ്ടുവന്നതായിരിക്കണം. അതിലവർക്ക് പെർഫെക്ഷൻ വേണം. ജനിച്ച് വീഴുന്ന കുട്ടികൾക്ക്, അവിടെ നിന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ അവിടെ വളർന്നിട്ടുള്ള ഇപ്പോൾ അഡൽട്ടായിട്ടിരിക്കുന്നവർക്ക് എങ്ങനെയായിരിക്കും ഈ ഒരു ഇത്രയും ചാലഞ്ചിങ് ആയിട്ടുള്ള, ഇത്രയും വെനമസ് ആയിട്ടുള്ള ഒരു ഡൈനാമിക്സിൽ നിന്നും വളർന്നു വന്നത്, എങ്ങനെയായിരിക്കും അവരെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്, എന്തൊക്കെ ഗുരുതരമായിട്ടുള്ള മുറിവുകളായിരിക്കും അവരുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ളത്, അതിൽ നിന്നും എന്തൊക്കെ പാറ്റേൺസ്, ബിഹേവിയറൽ പാറ്റേൺസ് ആയിരിക്കും അവരുടെ ലൈഫിൽ റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. നിങ്ങൾ എപ്പോഴും സെക്കൻഡ് ഗസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണോ? എപ്പോഴും ഡൗട്ട് ചെയ്യുന്ന ആൾക്കാരാണോ? എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ് നേടിയാലും അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് അർഹതപ്പെട്ടതല്ല എന്ന് ചിന്തിക്കുന്നവരാണോ? അല്ലെങ്കിൽ ഇതിൽ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണോ? എത്ര വലിയ നേട്ടം നിങ്ങൾ ഉണ്ടാക്കിയാലും, എത്ര നല്ലൊരു അച്ചീവ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേടിയാലും, മറ്റുള്ളവരെ അപ്രിഷ്യേറ്റ് ചെയ്താലും, ദിസ് ഇസ് നോട്ട് ഗുഡ് ഇനഫ്, അല്ലെങ്കിൽ ഇതൊട്ടും എനിക്ക് എൻ്റെ കഴിവിൻ്റെ ഒട്ടും ഞാൻ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ
എനിക്കിത് ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല, ഇത് ഒട്ടും ഞാൻ അതിൻ്റെ ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തിട്ടില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വരുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ആ ഒരു തോന്നൽ, ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് ഇത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള നാർസിസ്റ്റിക് അബ്യൂസ് നിങ്ങളുടെ പാരൻസിൻ്റെ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടും അവർ ആ അബ്യൂസിലൂടെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ക്രിറ്റിസിസം, നിങ്ങൾ എന്ത് നേടിയാലും അത് ഇനഫ് അല്ല എന്നുള്ള രീതിയിൽ പിന്നെയും 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 നിരന്തരം അവിടെ നിങ്ങൾ ഉണ്ടായിരുന്ന കാലം അത്രയും നിങ്ങളിലേക്ക് ഇൻഫ്ലിക്റ്റ് ചെയ്ത് തന്ന ആ ഒരു തോന്നലിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പെയിനിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആഫ്റ്റർ എഫക്റ്റ് ആണ്. നിങ്ങളുടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരൻസ് എപ്പോഴും നിരന്തരം നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കംപ്ലിഷ്മെന്റ്സ് അവിടെ നിന്നും അതിന്റെ പ്രാധാന്യം തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവിടെ അവരുടെ അച്ചീവ്മെന്റ്സിനും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള എന്താ പറയുക ആനന്ദങ്ങൾക്കും, അല്ലെങ്കിൽ അവരുടെ സ്വന്തം ആ സെൽഫിനാണ് പ്രാധാന്യം. അതിന് വിലങ്ങുതടിയായിട്ട് ഒന്നും വരാൻ അവർ അനുവദിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അച്ചീവ്മെന്റിനെ ബില്ലിറ്റിൽ ചെയ്യാനും ചെറിയ പ്രായത്തിൽ എന്ത് ചെയ്യുമോ ഇതൊന്നുമല്ല എന്ന് കാണിക്കാനും പുറത്തിറങ്ങി അതിന്റെ ക്രെഡിറ്റ് അവർ എടുക്കുമെങ്കിലും നിങ്ങളോട് പറയുന്നത് ഇതൊന്നുമല്ല, ഇത്രയൊന്നും പോരാ, ഇതിന്റെയൊക്കെ മേളിൽ വരണം നീ എന്ന് എപ്പോഴും 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 നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും അത് ആ ഒരു അക്കംപ്ലിഷ്മെന്റ് എൻജോയ് ചെയ്യാൻ പറ്റാതെ ക്രിട്ടിസൈസ് ചെയ്ത് നിങ്ങളിൽ വരുത്തി വെച്ച വലിയൊരു മുറിവാണ്. ഇത്തരത്തിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു അച്ഛന്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ രണ്ടുപേരും നാർസിസ്റ്റിക് ആയിട്ടുള്ളവരുടെ മക്കളായിട്ട് ജനിച്ചവർക്ക് എപ്പോഴും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ ഒരു തീവ്രമായിട്ടുള്ള ഒരു ഗ്യാസ് ലൈറ്റിംഗ്. നീ വളരെ സെൻസിറ്റീവ് ആണ്, നിനക്ക് ഒട്ടും ഇതെടുക്കാൻ പറ്റില്ല, മറ്റേ പിള്ളേരെ കണ്ടുപിടി, ആ ആളിനെ കണ്ടുപിടി, അവളെ കണ്ടുപിടി, ഇവളെ കണ്ടുപിടി എന്ന് പറഞ്ഞിട്ട് അൺനെസസറി ആയിട്ട് നിങ്ങളെ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യുക, നിങ്ങളെ നിരന്തരം നിങ്ങൾ സെൻസിറ്റീവ് ആണെന്നും നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണെന്നും അല്ലെങ്കിൽ ആ കാര്യത്തിൽ നിങ്ങൾക്ക് മനക്കരുത്തില്ലെന്നും ഒക്കെ പറഞ്ഞ് നിങ്ങൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ, നിങ്ങൾ എന്തെങ്കിലും ഇത്തരം ബിഹേവിയർ പാറ്റേൺസ് നിങ്ങൾക്ക് തെറ്റെന്ന് തോന്നി, കുട്ടിയായിരുന്നു നിങ്ങൾക്ക് അത് ശരിയല്ല നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി, നിങ്ങളത് അങ്ങോട്ട് പറഞ്ഞപ്പോൾ, നിങ്ങൾ അവരെ ചോദ്യം ചെയ്തപ്പോൾ ഇതൊക്കെ നിന്റെ മനസ്സിൽ നീ തോന്നുന്ന കാര്യങ്ങളാണ്, നീ ഊഹിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്, നീ ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങളാണ്, ഇതൊന്നും റിയൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ എക്സ്ട്രീംലി ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നത് എപ്പോഴെങ്കിലും എന്തായാലും ഒരു നാർസിസ്റ്റിക് പാരൻസിന്റെ മക്കളായിട്ട് ജീവിച്ച കുട്ടികൾക്ക് എന്തായാലും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പിന്നെ രണ്ടാമത്തെ ഡൈനാമിക്സ് നിങ്ങളുടെ പീപ്പിൾ പ്ലീസിങ് ടെൻഡൻസീസ് ആണ്. എപ്പോഴും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ ആ ഒരു എന്താ പറയുക അംഗീകാരം, വാലിഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിരന്തരം അവരെ പ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ അഡൽട്ടായിട്ടിരിക്കുമ്പോഴും മാറിപ്പോകും എന്നുള്ളതാണ്. ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾ മുള്ളിന്റെ മേളിലൂടെയാണ് നടക്കുന്നത് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. നിങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ ആ തരത്തിൽ ശീലിച്ചവരാണ്. വീട്ടിനകത്ത് നിൽക്കുമ്പോൾ അയ്യോ അച്ഛൻ്റെ അമ്മയുടെയും മൂഡിനെ ഒരു തരത്തിലും ബാധിക്കാൻ പാടില്ല, എന്തെങ്കിലും തരത്തിൽ അവരുടെ മൂഡ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ആ ദിവസം പോക്കാണ്, പിന്നെ മൊത്തം അബ്യൂസ് ആയിരിക്കും. പിന്നെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ക്രിറ്റിസിസം കിട്ടാതെ നോക്കണം, വരാതെ നോക്കണം, അത് നിങ്ങളിൽ നിന്നും അത് ഒരിക്കലും ആവാതെ നോക്കണം, നിങ്ങൾ ആ രീതിയിൽ ഒരിക്കലും പെരുമാറാതെ നോക്കണം. നിങ്ങൾ സ്വയം ബ്ലെയിം ചെയ്തുകൊണ്ടായിരിക്കും ഇതൊക്കെ ചെറുതിലെ സ്വയം നിങ്ങളിങ്ങനെ ഉള്ളിലിട്ട് നിങ്ങളത് പുകച്ച് നിങ്ങൾ സ്വയം വെണ്ണീറായിക്കൊണ്ടിരിക്കുന്നത്. നോ പറയാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. കാരണം ബൗണ്ടറീസ് ഒന്നും വെച്ച് ശീലിച്ചവരല്ല നിങ്ങളുടെ ലൈഫിൽ ബൗണ്ടറീസേ ഇല്ലായിരുന്നു, നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ ബൗണ്ടറീസേ ഇല്ല. നിങ്ങൾക്ക് ബോധം വെക്കുന്ന കാലം മുതലേ നിങ്ങളുടെ ലൈഫിൽ പ്രൈവസി എന്ന് പറഞ്ഞൊരു കാര്യമില്ല, നിങ്ങൾക്കത് തന്നിട്ടില്ല. നിങ്ങളൊരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പാരന്റ് ട്രീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊരു ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ഡെവലപ്പായി വന്നിട്ടില്ല നിങ്ങളിലെപ്പോഴും. നിങ്ങളെപ്പോഴും ബാക്കിയുള്ളവരുടെ പെർമിഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവർക്ക് അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ജീവിതം മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ ഇത്തരം പീപ്പിൾ പ്ലീസിങ് ടെൻഡൻസീസ് വളരെ നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ബൗണ്ടറീസ് ആൾക്കാരിൽ നിന്ന് വെക്കാനും റെഡ് ഫ്ലാഗ്സ് കൃത്യമായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റിയാലും ചിലപ്പോൾ അറിയാൻ കഴിഞ്ഞെന്നിരിക്കെ തന്നെ നിങ്ങൾക്കത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റായ്മയും അത്തരത്തിലുള്ള ടോക്സിക് ബന്ധങ്ങളിലേക്ക് പിന്നെയും നിലനിന്ന് പോകുന്ന സിറ്റുവേഷനും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. പിന്നെ മൂന്നാമത്തെ കാര്യം, ജീവിതത്തിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പറ്റായ്മ, അല്ലെങ്കിൽ അത് സെറ്റ് ചെയ്യാനുള്ള ഭീകരമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്നുള്ളതാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് തന്നെ പറയാം. ഒരു തരത്തിലും ബൗണ്ടറീസ് ഉണ്ടായിട്ട് അല്ലെങ്കിൽ ബൗണ്ടറീസ് വെച്ച് വളർന്നു വരുന്നവരല്ല നിങ്ങളുടെ ലൈഫിൽ. ബൗണ്ടറീസ് എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ ഡിക്ഷണറിയിൽ ഉണ്ടാവില്ല, നിങ്ങളുടെ പാരന്റിങ് ഡിക്ഷണറിയിൽ അതുണ്ടാവില്ല. നിങ്ങളുടെ പാരൻസ് അതൊരിക്കലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല. ഒരു സ്വന്തമായിട്ടുള്ളൊരു പേഴ്സണൽ സ്പേസ് പോലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും അവരുടെ ഡിസ്കസ് ചെയ്യണം, ഒന്നും അവരിൽ നിന്ന് മറച്ചു വയ്ക്കാൻ പാടില്ല. നിങ്ങൾക്കൊരു പ്രൈവസി കൃത്യമായിട്ട് അത് തരികയില്ല. നിങ്ങളുടെ ക്ലോസ് ആയിട്ട് നിങ്ങളെ അവർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഒരു പേഴ്സണൽ സ്പേസിനെ അവരെപ്പോഴും ഇൻട്രൂഡ് ചെയ്തുകൊണ്ടിരിക്കും, അതിലേക്ക് കടന്നു കയറിക്കൊണ്ടിരിക്കും.
നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഒരു വിലയില്ല. എന്നാൽ നിങ്ങൾ എപ്പോഴും അവർക്ക് ഇമോഷണലി അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുക വേണം. എപ്പോഴും നിരന്തരമായിട്ട് ഇമോഷണലി അവൈലബിൾ ആയിക്കൊണ്ടേയിരിക്കണം നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരൻസിന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ അഡൾട്ടായിട്ട് ഇരിക്കുമ്പോൾ, നിങ്ങൾ ഈ മറ്റുള്ള റിലേഷൻഷിപ്പുകളിലേക്ക് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ലിമിറ്റ് എന്താണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് എവിടെയാണ് ലിമിറ്റ് വെക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല. എങ്ങനെയാണ് ഒരു കൃത്യമായിട്ടുള്ള ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല. അത് എങ്ങനെ അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വളരെയധികം റിസൻമെന്റ്, അമർഷം നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിറയാനും, മറ്റ് റിലേഷൻഷിപ്പുകളിൽ ഞാൻ ഇപ്പോഴും എന്നെ മറ്റുള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള തോന്നലുകൾ വന്ന് 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 വളരെയധികം നിങ്ങൾ ഡൗൺ ആയി പോകാനും ഒക്കെ കാരണമാവും. പിന്നെ നാലാമത്തെ കാര്യം ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ എന്നുള്ള കാര്യം തന്നെയാണ്. ആങ്സൈറ്റി ഡിപ്രഷനും ബാക്കിയുള്ളവർക്ക് വരുന്ന പോലെ അല്ല നാർസിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളിൽ, നാർസിസ്റ്റിക് അബ്യൂസ് അനുഭവിച്ചിട്ടുള്ള കുട്ടികളിൽ ഉണ്ടാവുന്നത്. അവർ അഡൾട്ടായിട്ട് ഇരിക്കുമ്പോൾ പോലും 4 കാര്യങ്ങൾ ഇതിൽ വളരെയധികം പ്രാധാന്യമാണ്. ഒന്ന്, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രെസ്. രണ്ടാമത്തെ കാര്യം ലാക്ക് ഓഫ് വാലിഡേഷൻ, നിങ്ങൾക്ക് വേണ്ട റിയൽ ജെനുവൻ വാലിഡേഷൻ കിട്ടാത്ത അവസ്ഥ. മൂന്നാമത്തേത് ഇമോഷണൽ ആയിട്ടുള്ള അൺപ്രഡിക്റ്റബിലിറ്റിയും. നാലാമത്തേത് ഇമോഷണൽ ആയിട്ടുള്ള മാനിപ്പുലേഷനും. ഇത് വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് ഇമ്പാക്റ്റ് ആണ് നിങ്ങളിൽ ഉണ്ടാക്കുന്നത്. ഇത് കാരണം തന്നെ നിങ്ങൾ ഈ ഡിപ്രഷനും ആങ്സൈറ്റിയും നിലനിന്ന് വരികയും, അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളിൽ നിലനിൽക്കുകയും നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ വളരെയധികം ഹൈപ്പർ വിജിലൻസ് കാണിക്കുകയും ചെയ്യും. ഈ ഹൈപ്പർ വിജിലൻസ് എന്ന് പറയുന്നത് ഇതിൽ നിന്നും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഉണ്ടായി വന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ, ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം, നിങ്ങളുടെ പാർട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പിലായിരിക്കാം, ഇപ്പോൾ നിങ്ങൾ വളരെയധികം ഹൈപ്പർ വിജിലൻ്റ് ആയിരിക്കും. നിങ്ങൾ അവരുടെ മൂഡ് ചേഞ്ച് ആവുന്നുണ്ടോ, ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ മൂഡ് ചേഞ്ച് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം അവരിലുണ്ടാവുന്നുണ്ടോ, എന്തെങ്കിലും ഇപ്പോൾ അവർ പൊട്ടിത്തെറിക്കുമോ, ഇപ്പോൾ അവർ ദേഷ്യപ്പെടുമോ എന്നുള്ള രീതിയിൽ എപ്പോഴും നിങ്ങൾ ഹൈപ്പർ വിജിലൻ്റ് ആയിട്ടിരിക്കും. നിങ്ങൾ വളരെ സെൻസിങ് ആയിട്ടായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ ഉണ്ടാവുക. പിന്നെ ഒരു അൺഹെൽത്തി പ്രൊഫഷണലിസം ഡെവലപ്പായി വരുന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത്. കാരണം നിരന്തരമായിട്ട് നിങ്ങൾക്ക് ക്രിറ്റിസിസം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യാത്തതിനെ പറ്റിയിട്ട്. എന്നാൽ ജെന്യുവനായിട്ട് പ്രൈസ് കിട്ടേണ്ടടുത്ത്, ജെന്യുവനായിട്ട് അപ്രീസിയേഷൻ കിട്ടേണ്ടടുത്ത്, വാലിഡേഷൻ കിട്ടേണ്ടടുത്ത് നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. അവിടെ നിങ്ങൾക്ക് പട്ടിണിയാണ്. എന്നാൽ നിങ്ങൾക്ക് ക്രിറ്റിസിസത്തിന്റെ കാര്യത്തിൽ യാതൊരു പട്ടിണിയില്ല, അതിൽ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയാണ്. ഇങ്ങനെ ക്രിറ്റിസിസം കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിലൊരു അൺഹെൽത്തി ആയിട്ടുള്ള പെർഫെക്ഷനിസം വരാനായിട്ട്, ചെറുതിലെ ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് കാരണമാകും. കാരണം എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ആ പ്രൈസ് അല്ലെങ്കിൽ ഇത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, വല്ലപ്പോഴും കിട്ടുന്ന ആ പ്രൈസിലൂടെ കിട്ടുന്ന ഒരു സമാധാനത്തിന് വേണ്ടി, ആ വാലിഡേഷന് വേണ്ടിയിട്ട്, എങ്ങനെയെങ്കിലും അത് കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ആ കാര്യം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ്ഡ് ആവും. അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി, ആ ഒരു ഡൈനാമിക്സ്, ആ ഒരു പാറ്റേൺ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരും എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും സെൽഫ് ഡൗട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം പോലെ എപ്പോഴും സെൽഫ് ഡൗട്ട് മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരിക്കലും ഇവരെ കൊണ്ട് പറയിക്കരുത്, ഒരിക്കലും ഒരു ഹാർഷായിട്ടുള്ള ജഡ്ജ്മെന്റ് ഇവരിൽ ഉണ്ടാകരുത് എന്ന്, അത് ഉണ്ടാകാതിരിക്കാൻ വളരെയധികം പ്രയത്നിച്ചുകൊണ്ട് എക്സ്ട്രീംലി സഫോക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് ആ രീതിയിൽ എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിന്റെ കാരണം കൊണ്ട് തന്നെ ബേൺ ഔട്ട് വളരെയധികം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ചെറിയ പ്രായത്തിൽ തന്നെ ബ്രെയിൻ ഫോഗ്, ബേൺ ഔട്ട്, തളർന്ന് ഒന്നും ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഒട്ടും എനർജി ഇനി എനിക്കില്ല എന്നുള്ള രീതിയിലേക്ക് ആയി പോവുകയും, പിന്നെയും അവിടുന്ന് ഈ ഒരു കാര്യം തിങ്ക് ചെയ്ത് വീണ്ടും ഇതുപോലെ എക്സ്ക്രൂഷിയേറ്റിംഗ് ആയിട്ട്, എക്സോസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഉണ്ടായി വരും. ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിലും നിങ്ങൾ ഇപ്പോഴും അല്ലെങ്കിൽ പിന്നീടാണെങ്കിലും നിങ്ങൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെയും നാർസിസ്റ്റിക് ആയിട്ടുള്ള മറ്റ് മനുഷ്യരെയും നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ. കാരണം നിങ്ങൾ ഈ ഒരു സാഹചര്യങ്ങളുമായിട്ട് ഫെമിലിയർ ആണ്. നിങ്ങൾ ജനിച്ചപ്പം മുതൽ നിങ്ങളുടെ കണ്ടീഷനിങ്ങിലേക്ക് ഇത് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഒരു നാർസിസ്റ്റിക് വിക്ടിം അല്ലെങ്കിൽ മീൻസ് നാർസിസ്റ്റിക് പാരൻസിന്റെ ചൈൽഡ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ആ സിറ്റുവേഷൻസ്, ഈ ഒരു ഇപ്പം ഞാൻ പറഞ്ഞ ഈ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. അപ്പോൾ അത്തരം ഫെമിലിയർ സിറ്റുവേഷൻ അനുഭവിക്കേണ്ടി വരുന്ന റിലേഷൻഷിപ്പുകളിൽ നിങ്ങൾ വിചാരിക്കും, ഓക്കെ ദിസ് ഈസ് നോർമൽ, ദിസ് ഈസ് യൂഷ്വൽ, ദിസ് ഇസ് ദ വേ ഇറ്റ് ഈസ്, ദിസ് ഇസ് ദ വേ ദ വേൾഡ് വർക്ക്സ് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരും. അപ്പോൾ അതും ഫെമിലിയർ ആവും. നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇതും നോർമലാണ് എന്നുള്ളൊരു ചിന്ത വരാനുള്ള സാധ്യതയും, അല്ലെങ്കിൽ അങ്ങനെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പെടാനുള്ള സാധ്യതയും, ഇപ്പോഴും നിലനിൽക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. പിന്നെ ആറാമത്തെ കാര്യം ഐഡന്റിറ്റി ഇഷ്യൂസ് ആണ്. അത് വളരെ ഭീകരമായിട്ടുള്ള ഐഡന്റിറ്റി പ്രശ്നങ്ങൾ ഒരു നാർസിസ്റ്റിക് അബ്യൂസ് അനുഭവിച്ച നാർസിസ്റ്റിക് പാരൻസിന്റെ കുട്ടികളായിട്ടുള്ള കുട്ടിക്ക് അനുഭവിക്കേണ്ടി വരും. കാരണം നിങ്ങളുടെ എല്ലാം ഫീലിംഗ്, നിങ്ങൾക്ക് വേണ്ട ഒരു വ്യക്തി എന്ന രീതിയിൽ, ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്,
നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്, ഡിസയേഴ്സ് എന്താണ് എന്നുള്ളതൊക്കെ, ഈ ആഗ്രഹങ്ങളും ഡിസയേഴ്സും ഫീലിങ്സും എല്ലാം നിങ്ങളുടെ പാരൻസിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. അല്ലെങ്കിൽ അതെല്ലാം അവരുടേതാണ്, നിങ്ങളുടേതല്ല. അപ്പം നിങ്ങൾ അതിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവരാണ്, അതിനെ വിധേയപ്പെട്ട് സർവൈവ് ചെയ്യേണ്ടി വരുന്നവരാണ്, അങ്ങനെ തന്നെ ശീലിക്കുന്നവരാണ് പിന്നെ അങ്ങോട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണെന്ന് അറിയില്ല, നിങ്ങൾക്ക് എന്താണ് ആകേണ്ടതെന്ന് അറിയില്ല, നിങ്ങൾ എന്താണെന്ന് അറിയില്ല എന്നുള്ളത് ഒരു വലിയ ക്രൈസിസ് ആണ് ഈ കുട്ടികൾ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇത് അനുഭവിച്ചിട്ടുള്ളവർ അനുഭവിക്കുന്നത്. കാരണം ഞാൻ എങ്ങോട്ടാണ് പോവേണ്ടത്, ഇനി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എൻ്റെ ലൈഫ് ഞാൻ രൂപപ്പെടുത്തി എടുക്കേണ്ടതെന്നുള്ള കാര്യത്തിലേക്ക് ഒരു ധാരണയില്ലാത്ത അത്രയും മാനിപ്പുലേറ്റഡ് ആവുകയും അത്രയും അവർ കറപ്റ്റഡ് ആവുകയും കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവരെ അങ്ങനെ ആക്കി തീർക്കുന്നവരാണ് ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പാരൻസ്. ഈ അടുത്തത് എങ്ങനെയാണ് ഇതിൽ നിന്നും റിക്കവർ ചെയ്യേണ്ടത് എന്നുള്ളതെ പറ്റിയിട്ടാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത്. അപ്പോൾ അത് കുറച്ചധികം വീഡിയോ നീണ്ടുപോകും എന്നുള്ളതിനാൽ പ്രത്യേകം ഒരു വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. തൊട്ടടുത്ത വീഡിയോ ആയിട്ട് അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിൽ വിശദമായിട്ട് എങ്ങനെയാണ് ഇതിൽ നിന്നും പൂർണ്ണമായിട്ട് പുറത്തു വരേണ്ടത് എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. ആ വീഡിയോ വരുന്നവരേക്കും എല്ലാവരും കാത്തിരിക്കുക.